മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖ ചമച്ച കേസ് പ്രതി വിദ്യ അട്ടപ്പാടി കോളേജിൽ സമർപ്പിച്ച ബയോഡേറ്റ പുറത്ത്. മഹാരാജാസ് കോളേജിൽ അധ്യാപികയായി 20 മാസത്തെ പ്രവൃത്തി പരിചയമെന്ന വിദ്യ ബയോഡേറ്റയിൽ. അതേസമയം വിദ്യ അഭിമുഖത്തിനായി അട്ടപ്പാടി കോളേജിലെത്തിയ കാർ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി തുളസി പ്രസാദ് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. തുളസി, ഇപ്പോൾ കൂടുതൽ തെളിവുകൾ വിദ്യക്കെതിരെ പുറത്തു വന്നിരിക്കുന്നത് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അൻസില, ഇപ്പോൾ വിദ്യയുടെ ബയോഡാറ്റയാണ് അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ നിയമനത്തിനായി സമർപ്പിച്ചിട്ടുള്ള ബയോഡാറ്റയാണ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. അതിനകത്ത് ഈ എക്സ്പീരിയൻസ്, വിദ്യയുടെ എക്സ്പീരിയൻസ് സംബന്ധിച്ച കോളത്തിൽ വളരെ വ്യക്തമായി തന്നെ മഹാരാജാസ് കോളേജിൽ അധ്യാപനം നടത്തിയിരുന്നതായുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അഗളി പോലീസ് ഇപ്പോൾ ബയോഡാറ്റ പരിശോധിക്കുകയാണ്. 2021-22 കാലഘട്ടത്തിൽ പത്തിരിപ്പാല കോളേജിൽ വിദ്യ പഠിപ്പിച്ചിട്ടുണ്ടെന്നും അതിനുശേഷം കാസർഗോഡ് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ 10 മാസത്തോളം അധ്യാപനം നടത്തിയെന്നും തുടർന്ന് മഹാരാജാസ് കോളേജിൽ 20 മാസക്കാലം അധ്യാപനം നടത്തിയെന്നുമാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ഈ ബയോഡാറ്റയിൽ പറയുന്നത്. നിലവിൽ 20 മാസത്തോളം, അതായത് 2022 മുതൽ 2023 കാലയളവിൽ കരിന്തളം കോളേജിൽ ജോലി നോക്കിയിട്ടുണ്ട്. ആദ്യം പത്തിരിപ്പാല കോളേജിലായിരുന്നു വിദ്യ നിയമനം നേടിയത്, ഗസ്റ്റ് ലെക്ചറായി നിയമനം നേടിയത്. അതിൽ ഈ എക്സ്പീരിയൻസ് സംബന്ധിച്ചുള്ള രേഖകളൊന്നും ഹാജരാക്കിയിട്ടില്ല. ആദ്യത്തെ കോളേജാണ്. അതിനുശേഷം ഈ കരിന്തളം കോളേജിൽ അധ്യാപനത്തിന് 10 മാസത്തേക്ക് അധ്യാപനത്തിന് നിയമനം നേടുന്നു. അത് 2022 മുതൽ 2023 കാലഘട്ടത്തിലാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ അട്ടപ്പാടിയിൽ സമർപ്പിച്ചിരിക്കുന്ന ബയോഡാറ്റയിലാണ് മഹാരാജാസ് കോളേജിൽ 20 മാസക്കാലം വിദ്യ അധ്യാപനം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അഭിമുഖത്തിന് വന്നത്, അതായത് വിദ്യ അട്ടപ്പാടി ജൂൺ 2-നായിരുന്നു അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ അഭിമുഖത്തിനായി എത്തുന്നത്. ഇത് അന്ന് വന്നത് ഒരു വെള്ള സ്വിഫ്റ്റ് കാറിൽ, മണ്ണാർക്കാട് രജിസ്ട്രേഷനുള്ള ഒരു വെള്ള സ്വിഫ്റ്റ് കാറിലായിരുന്നു വിദ്യ വന്നത് എന്ന് CCTV ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുന്നുണ്ട്. വിദ്യയുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നതും പറയുന്നുണ്ട്. എന്നാൽ പോലീസ് പറയുന്നത് വിദ്യയ്ക്ക് ഏത് വാഹനത്തിലും വരാം, ആരുടെ കൂടെയും വരാം, അതൊന്നും അന്വേഷണ പരിധിയിൽ വരുന്നില്ല എങ്കിൽ കൂടെ അതിലൊരു ചെറിയൊരു പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തേണ്ടതുണ്ട്. എങ്കിലും പോലീസ് ഔദ്യോഗികമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും അന്വേഷണം നടത്തുന്നില്ല എന്നാണ് നിലവിൽ പറയുന്നത്. അതുപോലെ തന്നെ കാലടി സർവകലാശാലയിലും അഗളി പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ നടത്തും. പത്തിരിപ്പാല കോളേജിലും അന്വേഷണം നടത്താനാണ് അഗളി പോലീസിന്റെ നീക്കം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വിദ്യ ഒളിവിൽ ആയിട്ട്, അതായത് വിദ്യക്കെതിരെ ഇത്തരത്തിലൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ച്, മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ച് അട്ടപ്പാടി കോളേജിൽ നിയമനത്തിനായി ശ്രമം നടത്തിയെന്ന കേസ് നിലവിൽ വന്നിട്ട് ഇപ്പോൾ 9 ദിവസമായിരിക്കുന്നു. എന്നിട്ടും വിദ്യ ഒളിവിൽ തന്നെ തുടരുന്നത് അന്വേഷണ സംഘത്തിന്റെ ഒരു വീഴ്ചയായി തന്നെയാണ് വിമർശനം ഉയരുന്നത്. അൻസില. തുളസി, അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്നലെ 4 സംഘങ്ങളായി തിരിഞ്ഞ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും എന്തുകൊണ്ട് വിദ്യയെ കണ്ടെത്തില്ല? വിദ്യയുടെ മൊബൈൽ ഫോൺ അടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിച്ചിട്ട് പോലും വിദ്യയെ കണ്ടെത്താനാവാത്തത് പോലീസിനെതിരെ വലിയൊരു വിമർശനം തന്നെയാണ് ഉയരുന്നത്. ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ പുരോഗതി എങ്ങനെയാണ് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ വിദ്യക്കെതിരെ ഇത്തരത്തിലൊരു പരാതി ലഭിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഈ അന്വേഷണം സംബന്ധിച്ച് പോലീസിനിടയിൽ തന്നെ ഒരു സാങ്കേതിക തരത്തിലുള്ള ഒരു ചെറിയൊരു അവ്യക്തതകൾ ഉണ്ടായിരുന്നു. കാരണം അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിലെ നിയമനത്തിനായി വിദ്യ സമർപ്പിച്ച എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പരിശോധിച്ചപ്പോഴാണ് അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൽ അടക്കമുള്ള ഇന്റർവ്യൂ ബോർഡിലുള്ള അംഗങ്ങൾക്ക് ഇതിലൊരു സംശയം തോന്നുകയും മഹാരാജാസ് കോളേജിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. അതിനെ തുടർന്ന് മഹാരാജാസ് കോളേജ് അധികൃതരാണ് വിദ്യ മഹാരാജാസ് കോളേജിൽ പഠിപ്പിച്ചിട്ടില്ല എന്നൊരു കാര്യം വ്യക്തമാക്കുന്നത്, അതിലൊരു സ്ഥിരീകരണം നൽകുന്നത്. ഇതിന് പിന്നാലെയാണ് മഹാരാജാസ് കോളേജാണ് ആദ്യം വിദ്യക്കെതിരെ പരാതി നൽകുന്നതും എറണാകുളം സെൻട്രൽ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിക്കുന്നതും. എന്നാൽ ഈ ഒരു കേസ് പരിധി വരുന്നത് അട്ടപ്പാടിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി അത് പിന്നീട് അഗളി പോലീസിന് കൈമാറുകയായിരുന്നു. എന്നാൽ എറണാകുളം ജില്ലയിലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ചതെന്നൊരു സാങ്കേതികത്വ കാരണങ്ങൾ പറഞ്ഞ് ഈ 2 പോലീസ്, അതായത് എറണാകുളം സെൻട്രൽ പോലീസും അഗളി പോലീസും തമ്മിൽ ചെറിയൊരു അവ്യക്തത നിലനിന്നിരുന്നു. പിന്നീടാണ് ഇത് അഗളി പോലീസ് കേസ് ഏറ്റെടുക്കുന്നത്. നിലവിൽ
അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൽ ലാലി വർഗീസ്, അതുപോലെ തന്നെ ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന മറ്റ് അംഗങ്ങൾ, ഇവരുടെയൊക്കെ മൊഴി നേരത്തെ തന്നെ അന്വേഷണ സംഘം നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിലൊരു മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ കണ്ടതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാലക്കാട് CJM കോടതിയിൽ പ്രിൻസിപ്പൽ അടക്കമുള്ള ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അനുമതി തേടിയിട്ട് പാലക്കാട് CJM കോടതിയിൽ ഒരു അപേക്ഷ അഗളി പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ കോടതിയുടെ ഒരു നിലപാട് കൂടെ വ്യക്തമാക്കിയായിരിക്കും ഇത് സംബന്ധിച്ച മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുള്ളത്. അതുപോലെ തന്നെ നിലവിൽ 3 കേസുകളാണ് വിദ്യക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് മഹാരാജാസ് പ്രിൻസിപ്പലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസിൽ, അതുപോലെ തന്നെ കരിന്തളം കോളേജ് അധികൃതർ നൽകിയ പരാതിയിൽ നീലേശ്വരം പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഗളി പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലെല്ലാം തന്നെ ഒരു അന്വേഷണം പല ജില്ലകളിലായി വിദ്യക്കെതിരെ പല കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കേസുകൾ പലതായി വരുന്നു, അന്വേഷണം നടക്കുന്നു, എന്നിട്ടും വിദ്യയെ കണ്ടെത്താനാകുന്നില്ല. ഇതിലൊക്കെ ഒരു വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു അന്വേഷണ സംഘത്തെ ഇത് സംബന്ധിച്ച് ഈ ഒരു കേസ് അന്വേഷിക്കാനായി എന്തുകൊണ്ട് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നില്ല എന്നതടക്കമുള്ള ചില ചോദ്യങ്ങളും ഇതിൽ ഉയരുന്നുണ്ട്. അൻസില, ശരി, വ്യക്തമാണ് തുളസി. മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖ ചമച്ച കേസ് പ്രതി വിദ്യ അട്ടപ്പാടി കോളേജിൽ സമർപ്പിച്ച ബയോഡേറ്റ പുറത്തായിരിക്കുകയാണ്. മഹാരാജാസ് കോളേജിൽ അധ്യാപികയായി 20 മാസത്തെ പ്രവൃത്തി പരിചയമെന്നാണ് ബയോഡേറ്റയിൽ വിദ്യ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം വിദ്യ അഭിമുഖത്തിനായി അട്ടപ്പാടി കോളേജിലെത്തിയ കാർ കണ്ടെത്താനും പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പോലീസിനെതിരെ ഉയരുന്നത്. കേസെടുത്ത് 9 ദിവസമായിട്ടും വിദ്യയെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ അലംഭാവം എന്ന് തന്നെയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം ഉയരുന്നത്. തുളസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.